ലൈറ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജിയോമെട്രി പാക്കേജിനെ കുറിച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ജിയോമെട്രി. യൂസ് പാക്കേജ് ജിയോമെട്രി ഈ സിൻടാക്സ് ആണ്, ഈ കമാൻഡ് ആണ് നമ്മൾ കൊടുക്കുക. ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയാമ്പിളിനകത്ത് ഡോക്യുമെന്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പ്രിയാമ്പിളിനകത്ത് നമ്മൾ പാക്കേജസ് ആവശ്യമുള്ള പാക്കേജസ് ലോഡ് ചെയ്യും. അതിനകത്ത് ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്യുന്ന സിൻടാക്സ് ഇതാണ്. യൂസ് പാക്കേജ് ജിയോമെട്രി ആണ്. നമ്മളെ ക്ലാസ്സിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ പാരാമീറ്റേഴ്സ് കൊടുത്തതുപോലെ ജിയോമെട്രി പാക്കേജസിനകത്ത് നമുക്ക് അഡീഷണൽ പാരാമീറ്റേഴ്സ് കൊടുക്കാവുന്നതാണ്. അത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. സോ സിൻടാക്സ് ഇങ്ങനെയാണ് വരിക. യൂസ് പാക്കേജ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ്, ജിയോമെട്രിക്കകത്തുള്ള അഡീഷണൽ പാരാമീറ്റേഴ്സ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതൊരു മെത്തേഡ്. അതല്ലാതെ ഒരു മെത്തേഡ് കൂടിയുണ്ട് ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്താണ് ജിയോമെട്രി? ജിയോമെട്രി ആ വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ശരിക്കും ഒരു ലേറ്റക് കോഡ് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് പേജിന്റെ ലേ ഔട്ട് കംപ്ലീറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ജിയോമെട്രി പാക്കേജ് വഴിയാണ്. നമുക്ക് പേപ്പർ സൈസ്, അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, അതുപോലെ മാർജിൻസ്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം മാർജിൻസ്, ഫുട് നോട്ട് സൈസ് വരുന്നത്, ഹെഡർ സൈസ് വരുന്നത്, അതുപോലെ ഓറിയന്റേഷൻ, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നൊക്കെ നമുക്ക്, ടെക്സ്റ്റ് വിഡ്ത്ത്, ടെക്സ്റ്റ് ഹൈറ്റ് ഒക്കെ നമുക്ക് ഇതുവഴി ജിയോമെട്രി പാക്കേജ് വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ജിയോമെട്രി പാക്കേജ്. മാർജിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഇതിൽ ടോട്ടൽ ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ഓഫ് ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്ത് ആണ്. ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്ത് 6.0 IN എന്ന് കാണിച്ചിരിക്കുന്നത് 6 ഇഞ്ച്. അത് വിഡ്ത്ത് ആണ്. 8.5 ഇഞ്ച് എന്ന് കാണിക്കുന്ന ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം വിഡ്ത്ത് ആണ് സ്പെസിഫൈ ചെയ്യുക, പിന്നെയാണ് ഹൈറ്റ്. ടോട്ടലിന് പകരം ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ വിഡ്ത്ത്, ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്ന സിൻടാക്സ് നോക്കുക. സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ് അഡീഷണൽ പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ തന്നെ ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒന്നുകിൽ ടോട്ടൽ അല്ലെങ്കിൽ ബോഡി വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്ന സിൻടാക്സ് നോക്കുക. ടോപ്പ് ഉദ്ദേശിക്കുന്നത് ടോപ്പ് മാർജിൻ ആണ്. 1.2 ഇഞ്ച്. ലെഫ്റ്റ് 0.8 ഇഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ footer with the page number should be at the bottom of the text area. Include footer കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ടോപ്പ് മാർജിനും ലെഫ്റ്റ് മാർജിനും മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സ്പെസിഫൈ ചെയ്യാത്ത പാരാമീറ്റേഴ്സ് ഒക്കെ, അൺസ്പെസിഫൈഡ് ഡയമെൻഷൻസ് എല്ലാം ജിയോമെട്രി പാക്കേജ് ഓട്ടോമാറ്റിക്കലായിട്ട് ഡിറ്റർമിൻ ചെയ്യും. അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് ഡിറ്റർമിൻ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ജിയോമെട്രി പാക്കേജ്. ഇതിൽ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്യുന്നതിനുള്ളത് യൂസ് പാക്കേജ് ജിയോമെട്രി എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ ജിയോമെട്രി കേളി ബ്രേസസിനകത്ത് അഡീഷണൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുക. എല്ലാ പാക്കേജസിനും ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ജിയോമെട്രി ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പാക്കേജാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ യൂസ് പാക്കേജ് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമ്മുടെ ഓപ്ഷൻസ്, കേളി ബ്രേസസിനകത്ത് ജിയോമെട്രി, അല്ലെങ്കിൽ യൂസ് പാക്കേജ് കേളി ബ്രേസസിനകത്ത് ജിയോമെട്രി, ജിയോമെട്രിയുടെ ഓപ്ഷൻസ് അതിനടുത്തായിട്ട് നമ്മൾ ജിയോമെട്രി കേളി ബ്രേസസിനകത്ത് അഡീഷണൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ പാക്കേജസും ലോഡ് ചെയ്യുന്നത് യൂസ് പാക്കേജ് കേളി ബ്രേസസിനകത്ത് പാക്കേജ് നെയിം വെച്ചിട്ട് തന്നെയാണ്. ജിയോമെട്രിക്കകത്ത് ഇത്തിരി ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്യാം. ഇപ്പോൾ ജിയോമെട്രി പാക്കേജിനകത്തുള്ള ഓപ്ഷൻസ് പേപ്പർ ഹൈറ്റ്, പേപ്പർ വിഡ്ത്ത്, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ, ഓറിയന്റേഷൻ, മാർജിൻ വിഡ്ത്ത്, അതുപോലെ മാർജിൻ സൈസ് നമുക്ക് പറയാം. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം. എല്ലാത്തിനും ഒരേ മാർജിൻ ആണെങ്കിൽ മാർജിൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റിനും റൈറ്റിനും ടോപ്പിനും ഒക്കെ വേറെ വേറെയാണ് വേറെ കൊടുക്കാം. നമ്മൾ ഈ വാല്യൂസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ജിയോമെട്രി പാക്കേജിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ലിങ്കിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ആ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ്. ടോപ്പ് എന്ന് പറയുന്നത് പേപ്പർ ഹൈറ്റ് എന്ന് പറയുന്ന എൻ്റയർ പേപ്പറിന്റെ ഹൈറ്റ് ആണ്. പേപ്പർ വിഡ്ത്ത് അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിഡ്ത്ത് ആണ്. പേപ്പർ ഹൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പാരാമീറ്റർ ആണ്.
അതുപോലെ ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റും പേപ്പർ ഹൈറ്റും തമ്മിലുള്ള സെപ്പറേഷൻ. ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ. അപ്പൊ ബോഡി എന്ന് പറയുന്ന ടെക്സ്റ്റ്, നമ്മുടെ ടോട്ടൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഏരിയ ആണ് ടെക്സ്റ്റ് ഏരിയ, ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ഹെഡ് ഹൈറ്റ്, ഹെഡ് സ്റ്റെപ്പ്, ഹെഡറും ഫൂട്ടറും വരുവാണെങ്കിൽ ആ ഫുഡ് സ്കിപ്പും ഒക്കെ കാണിച്ചിരിക്കുക. ഹെഡർ സെപ്പറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹെഡർ സെപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെ വരണം, നമ്മുടെ ടെക്സ്റ്റ് വരുന്ന ഏരിയ, ടെക്സ്റ്റ് ബോഡിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള ഹെഡറുമായിട്ടുള്ള സെപ്പറേഷൻ. അതുപോലെ ഹെഡർ ഹൈറ്റിന് കൊടുക്കുന്നതാണ് ഹെഡ് ഹൈറ്റും. അതുപോലെ ഹെഡർ സെപ്പറേഷൻ, ഹെഡ് സ്റ്റെപ്പും. മാർജിനൽ നോട്ട്സ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള കമാൻഡുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചത് പ്രാക്ടീസ് ആയി വരും. അതിനനുസരിച്ച് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പേപ്പർ എന്ന് പറയുന്നത് ടോട്ടൽ ബോഡി പ്രിന്റബിൾ ഏരിയ ആൻഡ് മാർജിൻസ്, അതെല്ലാം കൂടി ഇതിനെയാണ് നമ്മൾ പേപ്പർ എന്ന് വിളിക്കുന്നത്. മാർജിൻ അടക്കമാണ്. ടോട്ടൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഏരിയ, ഹെഡ്, ബോഡി, ഫുട്ട് ആൻഡ് മാർജിൻ നോട്ട്സ്. മാർജിൻ നോട്ട്സ് ഉണ്ടാവണമെന്നില്ല, അത് ഓപ്ഷണൽ ആണ്. അതുപോലെ മാർജിൻസ്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, റൈറ്റ് മാർജിൻ, ബോട്ടം മാർജിൻ. പേപ്പറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും, വിഡ്ത്ത് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്താണ്. ആ മൂന്നും കൂടിയതാണ് പേപ്പറിന്റെ വിഡ്ത്ത്. അതുപോലെ പേപ്പർ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിന്റെ ഹൈറ്റും ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും കൂടിയത്. പിന്നെയുള്ള ചില കമാൻഡ്സ്, നോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഹൈറ്റ് 0 ആവും, ഹെഡ് സെപ്പറേഷൻ 0 ആവും. അതുപോലെ നോ ഫുട്ട് സ്കിപ്പ് 0 വരും. നോ ഹെഡ് ഫുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഒറ്റ കമാൻഡിൽ തന്നെ നമുക്ക് 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് 1-2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ജിയോമെട്രി പാക്കേജ് യൂസ് ചെയ്യുന്നതിനകത്ത്. യൂസ് പാക്കേജ് പേപ്പർ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് 187 മില്ലിമീറ്റർ, പേപ്പർ ഹൈറ്റ് 235 മില്ലിമീറ്റർ. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ പേപ്പർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. A4 സൈസ് തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ലെറ്റർ പേപ്പറോ ലീഗൽ പേപ്പറോ ആവണമെന്നില്ല. ലെറ്റർ പേപ്പർ ആണെങ്കിൽ സിംപ്ലി ലെറ്റർ പേപ്പർ എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ പോകും, അല്ലെങ്കിൽ ലീഗൽ പേപ്പർ ആണ് ലീഗൽ പേപ്പർ കോമ കൊടുത്തിട്ട് പോകും. ഇനി ഒരു പർട്ടിക്കുലർ വിഡ്ത്തും ഹൈറ്റും ഉള്ള പേപ്പർ ആണ് എനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. പേപ്പർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു പേപ്പർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു. ടോപ്പ് ഉദ്ദേശിക്കുന്നത് ടോപ്പ് മാർജിൻ ആണ്, ബോട്ടം മാർജിൻ ആണ്, ലെഫ്റ്റ് മാർജിനോ റൈറ്റ് മാർജിനോ ഒക്കെ കാണിച്ചിരിക്കുകയാണ്. വേറൊരു എക്സാമ്പിളിനകത്ത് മാർജിൻ ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. മാർജിൻ ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്ന് കൊടുത്താൽ ടോട്ടൽ മാർജിൻസ്, എല്ലാ മാർജിൻസും, ടോട്ടൽ അല്ല ഓൾ മാർജിൻസ്, ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടം എല്ലാം 2 സെന്റിമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യും. നോ ഹെഡ് മീൻസ് ഹെഡ്, നേരത്തെ പറഞ്ഞ ഹെഡ് ഹൈറ്റും ഹെഡ് സ്റ്റെപ്പും 0 സെറ്റ് ചെയ്യും. വേറൊരു എക്സാമ്പിള്, രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ജിയോമെട്രി പാക്കേജ് ലോഡ് ചെയ്തിരിക്കുകയാണ്. യൂസ് പാക്കേജ് ജിയോമെട്രി പാക്കേജ് ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്തിട്ട് ഓപ്ഷൻസ് നമ്മൾ ജിയോമെട്രി കേളി ബ്രേസിനകത്ത് A4 പേപ്പർ ടോട്ടൽ അല്ലെങ്കിൽ ബോഡി ഈസ് ഈക്വൽ ടു, അതിന്റെ വിഡ്ത്ത് പറഞ്ഞിരിക്കുകയാണ് 170 മില്ലിമീറ്റർ, 257 മില്ലിമീറ്റർ. ഇത് ടെക്സ്റ്റ് ഏരിയയുടെ വിഡ്ത്താണ്. പേപ്പറിന്റെ സൈസും പേപ്പറിന്റെ മീൻസ് പേപ്പർ സൈസ് അല്ല, പേപ്പർ വിഡ്ത്തും പേപ്പർ ഹൈറ്റും അല്ല, ടെക്സ്റ്റ് ഏരിയയുടെ ബോഡിയുടെ വിഡ്ത്തും ഹൈറ്റും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ലെഫ്റ്റും ടോപ്പും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പല യൂണിറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. mm യൂസ് ചെയ്തിട്ടുണ്ട്, cm യൂസ് ചെയ്തിട്ടുണ്ട്, മില്ലിമീറ്ററും സെന്റിമീറ്ററുമാണ് mm cm. അതുപോലെ ഇഞ്ച് യൂസ് ചെയ്യാം. I എന്ന് പറയുന്നത് ഇഞ്ചാണ്. അപ്പോൾ ഈ സൈസൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ് ആവശ്യമായിട്ട് വരിക. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഫോണ്ട് സൈസ് ഒക്കെ പറയുമ്പോൾ പോയിന്റ് എന്ന് പറയുന്ന യൂണിറ്റ് പറഞ്ഞിട്ട്, ഒരു പോയിന്റ് എന്ന് പറയുന്നത് റഫ്ലി 0.35146 മില്ലിമീറ്റർ ആണ്. 0.35146 മില്ലിമീറ്റർ ആണ് ഒരു പോയിന്റ് എന്ന് പറയുന്ന സൈസ്. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇഞ്ച്, mm, cm, in എന്ന് സ്പെസിഫൈ ചെയ്യാം. അതുപോലെ ex എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ലോവർ കേസ് എക്സ് ലെറ്ററിന്റെ സൈസ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് തരിക, ഹൈറ്റ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് വരിക. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ em എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പർ കേസ് എമ്മിന്റെ, ക്യാപിറ്റൽ എമ്മിന്റെ വിഡ്ത്ത്, ഹൈറ്റ് അല്ല വിഡ്ത്ത് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് em എന്ന് പറയുന്ന യൂണിറ്റ് വരിക. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾ നമുക്ക് ലെങ്ത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പോയിന്റ്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഇഞ്ച്, ex, em ഒക്കെ. മില്ലിമീറ്റർ mm എന്നാണ് കൊടുക്കുക, സെന്റിമീറ്റർ cm സ്പെസിഫൈ ചെയ്യാം, ഇഞ്ചിന് in ആണ്. പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, 10.2
ടെക്സ്റ്റ് സൈസ് ഡിഫോൾട്ട് ആയിട്ട് 10 പോയിന്റ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് റഫ്ലി 0.35146 millimeter.